ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവാണ് കേട്ടോ. കോഴിക്കോട് കടലുണ്ടിയിലോട്ടാണ് പോകുന്നത്. ഉമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ആട്ടോ ഈ ട്രിപ്പ് പോകുന്നത്. പോകുന്ന വഴിയിൽ നമ്മൾ ഓറഞ്ചും ഉപ്പിലിട്ട മാങ്ങയും അങ്ങനെ എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നേരത്തെ തീരുമാനിച്ചു പോയ യാത്രയൊന്നും അല്ല കേട്ടോ. പെട്ടെന്നാണ് ഇങ്ങനെ പോയാലോ എന്നൊരു ഐഡിയ ഒക്കെ വരുന്നതും അങ്ങനെ പുറപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 10-10:30 ആയിട്ടുണ്ടാവും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അതുകൊണ്ട് ഉച്ചക്കുള്ള ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടുന്ന് കഴിക്കുക കേട്ടോ ചെയ്തത്. ഞാനും ഉമ്മയും ഉമ്മയുടെ 2 സിസ്റ്റേഴ്സും അവരുടെ ഹസ്ബൻഡ്സും പിന്നെ മക്കളും അങ്ങനെ എല്ലാവരും കൂടി കേട്ടോ ഈ യാത്രയിലുണ്ടായിരുന്നേ. ഞങ്ങൾ ഏതാണ്ട് ഒരു 10-12 പേര് കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന പോലൊരു തോണി എടുത്തിട്ട് യാത്ര തിരിച്ചു കേട്ടോ. ഇത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ജേണി ആയിരുന്നു. കുറച്ച് പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നല്ലോണം ആസ്വദിച്ചിട്ടാട്ടോ നമ്മൾ ഈ ജേണി കംപ്ലീറ്റ് ചെയ്തത്. ഇതിലൂടെ പോയിട്ട് കുറേ കണ്ടൽക്കാടുകളും ഒക്കെ ഉണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ചേട്ടൻ നമുക്ക് അവിടുത്തെ ഓരോ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ കണ്ടൽക്കാടുകളും ഓരോ ടൈപ്പിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം 8 ടൈപ്പ് കണ്ടൽക്കാടുകൾ അവിടെ ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന കണ്ടൽക്കാടിൻ്റെ പ്രത്യേകത അതിനുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് കായ, അത് സ്റ്റാറിൻ്റെ പോലെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതൊക്കെ ആ ചേട്ടൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ടൈം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ജേണി കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം 1.5-2 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഈ ജേണിയിലുണ്ടായിരുന്നു. ഈ ജേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ചെറിയ കുട്ടിയായ സമയത്ത് ഇതുപോലെ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്കത് ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. എനിക്കിത് പുതിയൊരു എക്സ്പീരിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ പണ്ട് പോയപ്പോൾ എനിക്കൊരു 4-5 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ ഉണ്ട്. തോണിയിൽ പോയപ്പോൾ തോണി ഇളകിയതും വെള്ളത്തിൽ വീഴുമെന്ന് പേടിച്ച് കരഞ്ഞതും അങ്ങനെ കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയിൽ കണ്ടൽക്കാടുകൾ കണ്ട ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഈ കാണുന്ന കണ്ടൽക്കാടിൻ്റെ പ്രത്യേകത അവർ ഉപ്പ് സ്റ്റോർ ചെയ്യും എന്നുള്ളതാട്ടോ. ആ ചേട്ടൻ പറഞ്ഞെന്ന അറിവാണ് കേട്ടോ എല്ലാം. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളിലൊക്കെ ഉപ്പ് നിൽക്കുന്നതായിട്ട് കാണാം എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന പാലത്തിൽ വെച്ചിട്ടാണ് കുറച്ച് നാൾ മുമ്പ് ഒരു ട്രെയിൻ അപകടം ഉണ്ടായത്. അങ്ങനെയൊക്കെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്ക് ഈ പാലമല്ല, ഇത് അപകടത്തിന് ശേഷം പിന്നീട് ഉണ്ടാക്കിയ പാലം കേട്ടോ. പിന്നീട് കുറച്ച് നേരം ഫുള്ള് ആ അപകടത്തിനെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇടയിലുള്ള ഡിസ്കഷൻ. അപ്പോഴാണ് ഈ ടൈപ്പ് ഓഫ് കണ്ടൽക്കാട് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടൽക്കാടാണ് കേട്ടോ അത്. അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഒരു തട്ടുകട സെറ്റപ്പാണ് കേട്ടോ. പിന്നെ ഇതാ ഈ കാണുന്നത് ഒരു ഓപ്പൺ ട്രെയിൻ ടൈപ്പ് ആട്ടോ. അതിലുള്ളത് ട്രാക്ടേഴ്സ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഉള്ള വിഷ്വൽസ് ആട്ടോ ഈ കാണുന്നതൊക്കെ. ശരിക്കും ഇത് അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് നേരം അവർ ഈ തോണി ഒന്ന് നിർത്തി തരും കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊന്നും അത്രയ്ക്ക് ആഴമില്ല കേട്ടോ. എന്ന് വിചാരിച്ച് ഇറങ്ങി നിൽക്കാനൊന്നും പറ്റില്ല. അവിടുത്തെ മണ്ണൊക്കെ പൂഴിമണ്ണ് പോലെയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലൂടെ പോയി പോയി നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ ടൈപ്പ് ഓഫ് കാഴ്ചകളാട്ടോ കണ്ടുകൊണ്ടിരുന്നത്. ഈ വെള്ളത്തിൽ നല്ല മീനുകളും ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഓരോ മീനുകളെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ +1 +2 ബയോളജി ടെക്സ്റ്റ് ബുക്സിൽ പഠിച്ച ഓരോ ടൈപ്പ് ഓഫ് മാംഗ്രോവ്സ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഈ കണ്ടില്ലേ, വെള്ളത്തിൽ മുകളിലോട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് റൂട്ട്സ് ആണ് ഇവർക്കുള്ളത്. ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ മുകളിലേക്ക് റൂട്ട്സ് വരുത്തുന്നത് എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. ടെക്സ്റ്റ് ബുക്സിലുള്ള റൈസോഫോറസ് ആണ് അപ്പോൾ ഓർമ്മ വന്നത്. നമ്മൾ പണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ടെക്സ്റ്റ് ബുക്സിലെ പിക്ചേഴ്സ് മാത്രം കണ്ടിട്ടുള്ള ഓരോ സാധനങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവില്ലേ? അതാണ് കേട്ടോ എനിക്കൊപ്പം ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇതൊരു ദ്വീപാണ്. അവർ പറയുന്നുണ്ടായിരുന്നു ഈ ദ്വീപിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതിനൊക്കെ പുതിയ പാലങ്ങളും കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളത്. ഈ കാണുന്ന വരമ്പിലൊക്കെ ചെറിയ ചെറിയ ഞണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കണ്ടൽക്കാടുകളുടെ ഉള്ളിലൂടെയൊക്കെ യാത്ര ചെയ്ത് പുറത്ത് വന്നു കേട്ടോ. ആൻഡ് ഹിയർ കംസ് ദ ബ്യൂട്ടിഫുൾ വിഷ്വൽസ്. ആ മേഘവും പിന്നെ ആ തോണിയും അങ്ങനെ എല്ലാം കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ 3-4 ട്രെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാണാനും ഭയങ്കര രസമായിരുന്നു. സാധാരണ ട്രെയിൻ പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ തോണിയിലൂടെ പോകുമ്പോൾ ബ്രിഡ്ജിലൂടെ ട്രെയിൻ പോകുന്നത് കാണുന്നത് വേറെ രസമല്ലേ? അതിൻ്റെ ഇടയിൽ ഒരു എയ്റോപ്ലെയിൻ പോകുന്നത് നിങ്ങൾ കണ്ടോ? പക്ഷെ കൂടുതൽ നേരം നമുക്ക് ആ വിഷ്വൽ കിട്ടിയില്ല കേട്ടോ. അത് പെട്ടെന്ന് തന്നെ മേഘത്തിൻ്റെ ഉള്ളിൽ പോയി. അങ്ങനെ നമ്മുടെ ജേണി ഇതാ ഇവിടെ ഏകദേശം കഴിയാനായി. നമ്മളിനി നേരെ ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാൻ ആട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബീച്ചിലും കൂടെ പോയാൽ കൂടെ കുറേ കുട്ടികളുണ്ട്, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആവുമല്ലോ. അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. നമ്മൾ നല്ല നട്ടുച്ച സമയത്താട്ടോ ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്. അവിടെയുള്ളവർ ആദ്യമേ നമ്മളോട് പറഞ്ഞിരുന്നു നല്ല ചൂടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. പക്ഷേ നല്ല കാറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കത്ര ചൂടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഇത് ആ പാർക്കിൽ തന്നെ വെറുതെ ഇങ്ങനെ നടക്കാനും ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ആട്ടോ. നമ്മൾ അവിടെയൊക്കെ ഒന്ന് കണ്ട് പിന്നെ നേരെ തിരിച്ചു. ഞാൻ പറഞ്ഞ പോലെ ബീച്ചിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ചിൽ കയറി നല്ല പോലെ കളിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും ഇറങ്ങിയത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഈ ബീച്ചിൽ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. എന്തോ ഒരു പേടി ഉമ്മമാർ ഇറങ്ങാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. എങ്കിലും ചെറുതായിട്ട് കാലൊക്കെ ഒന്ന് നനച്ച് കുട്ടികൾ കുറച്ച് നേരം എൻ്റർടൈൻ ഒക്കെ ചെയ്തിട്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. മേ ബി ഒരു പക്ഷേ കുറച്ച് കാലം കൂടി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു പാർക്ക് സെറ്റപ്പ് ഒക്കെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇറങ്ങാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞതിൻ്റെ റീസണും ഇതാട്ടോ. ഇവിടെ തീരെ കരഭാഗം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നല്ലൊരു തിരയടിച്ചാൽ നമ്മൾ വെള്ളത്തിലേക്ക് എങ്ങാനും വീണു പോയാലോ എന്ന് പേടിച്ചിട്ടാട്ടോ ഉമ്മാർ സമ്മതിക്കാതിരുന്നത്. പിന്നെ അവിടെ തന്നെയുള്ള വേറൊരു ബീച്ചിലേക്കാട്ടോ നമ്മൾ പോയത്. ശരിക്കും ആ ബീച്ചിൻ്റെ ഒരു പേര് അവർ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ഇവിടുന്ന് വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല കേട്ടോ. വെള്ളമാകെ കലങ്ങിയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇറങ്ങിയില്ല. പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു.